മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ദ സർഫസ് ഇന്റഗ്രൽ ഡബിൾ ഇന്റഗ്രൽ സിഗ്മ z സ്ക്വയർ ds where sigma is a portion of the cone z is equal to root of x square plus y square between the plane z equal to 1 and z is equal to 3. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഡബിൾ ഇന്റഗ്രൽ സിഗ്മ f x y z ds. Double integral sigma f x y z ds is equal to double integral sigma f x y z എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? z സ്ക്വയർ ആണ്. z is equal to root of x square plus y square ആണ്. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് z square is equal to x square plus y square. അപ്പോൾ നമ്മൾ ഇവിടെ z square ds z square ds. But double integral sigma z square ds that is equal to double integral sigma z square എന്ന് പറഞ്ഞാൽ എന്താണ്? x square plus y square ആണ്. കാരണം എന്താണ്? x square plus y square ds. കാരണം z is equal to root of x square plus y square ആണെങ്കിൽ z നെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? x square plus y square കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ f of x y z നെ z സ്ക്വയർ എന്ന് എഴുതി z സ്ക്വയർ ds എന്ന് എഴുതി. z സ്ക്വയർ ആവുമ്പോൾ x സ്ക്വയർ plus y square ds എന്ന് എഴുതി. ഇനി നമുക്ക് ds കണ്ടുപിടിക്കണം. ds കണ്ടുപിടിക്കാനായിട്ട് ഹിയർ ds കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ നമുക്ക് z is equal to എന്താ തന്നിരിക്കുന്നത്? z is equal to root of x square plus y square എന്നാ തന്നിരിക്കുന്നത്. ഇത് g of xy പ്ലെയിൻ ആണ്. g of xy അതായത് xy പ്ലെയിൻ ആണ്. xy xy പ്ലെയിൻ ആവുമ്പോൾ ds കാണാനുള്ള ഫോർമുല എന്താണ്? ds is equal to root of ഈ ഫോർമുല ഓർത്തിരിക്കണം. dou z by dou x whole square plus dou z by dou y the whole square plus 1. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ds കണ്ടുപിടിക്കണം. അപ്പൊ ds കാണാനുള്ള ഫോർമുല എന്താണ്? xy പ്ലെയിനിൽ ds കാണാനുള്ള ഫോർമുല root of dou z by dou x whole square plus dou z by dou y whole square plus 1. ഇനി നോക്കാം. ഇതിവിടെ നമുക്ക് ഈ z എന്ന് പറഞ്ഞാൽ എന്താണ്? root of x square plus y square ആണ് അല്ലേ? അപ്പൊ dou z by dou x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് ഫോർമുല കൊടുക്കുമ്പോൾ root of 1 by 2 into root of x square plus y square into 2x in the whole square plus 2y divided by 2 in root of x square plus y square the whole square plus 1. അതായത് z is equal to root of x square plus y square നെ നമ്മൾ ആദ്യം x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, രണ്ടാമത് y വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x divided by 2 into root of x square plus y square കിട്ടും. മറ്റേ 2y by 2 into root of x square plus y square കിട്ടും. രണ്ട് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ നോക്കാം? that is equal to ഇവിടെ ഈ 2 ഉം 2 ക്യാൻസൽ ചെയ്ത് പോകും, 2 ഉം 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ x square by x square plus y square ഇവിടെ y square by x square plus y square plus 1 that is equal to x square plus y square രണ്ടിന്റെ LCM സെയിം ആണ്. അപ്പോൾ നമുക്ക് x square plus y square root of x square plus y square by x square plus y square plus 1 that is root of 1 plus 1 that is equal to root 2. ds എന്നുള്ളത് കിട്ടുന്നത് എന്താണ്? ds is equal to root 2 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ root 2 കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ds കണ്ടുപിടിക്കണം. ds കണ്ടുപിടിക്കാനായിട്ട് z നമുക്ക് root of x square plus y square തന്നിരിക്കുന്നത്. അപ്പോൾ xy പ്ലെയിൻ ആണ്. xy പ്ലെയിനിലാണെങ്കിൽ ds കാണാനുള്ള ഫോർമുല എന്താണ്? root of dou z by dou x whole square plus dou z by dou y whole square plus 1. ആ ഫോർമുല ഉപയോഗിച്ചാണ് ആരെ കണ്ടുപിടിക്കേണ്ടത്? ds നെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന z നെ നമ്മൾ x വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, y വെച്ചും പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ root 2 കിട്ടും. അപ്പോൾ root 2 ന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇനി നമുക്ക് അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is equal to double integral sigma x square plus y square ds. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ double integral x square plus y square
പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എസ് എന്താണ് √2. അപ്പൊ √2 എഴുതുകയും അതിന് ഡി എ വരും. കാരണം നമ്മളിത് എക്സ് വൈ പ്ലെയിനിലേക്ക് മാറി. എക്സ് വൈ പ്ലെയിനിലേക്ക് മാറി കഴിഞ്ഞാൽ ഡി എസ് എന്നുള്ളത് നമ്മൾ ഡി എ എഴുതുന്നു. അപ്പൊ √2 ഇൻറ്റു ഡി. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു √2 ഇൻറ്റു ഡി എ. ആ √2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. √2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി. ഇനി നോക്കാം, നമുക്ക് തന്നിരിക്കുന്നത് z = 1. z = 1 വരുമ്പോ ഇവിടെ ഈ നമ്മുടെ z ഇക്വേഷൻ 1 √√x² + y² എന്ന് പറഞ്ഞാൽ 1 x² + y². അപ്പോൾ ഒരു സർക്കിൾ കിട്ടിയ യൂണിറ്റ് സർക്കിൾ വിത്ത് സെന്റർ 0 0 റേഡിയസ് 1. അപ്പോൾ z = 3 കൊടുക്കുമ്പോഴോ 1 3 √x² + y² കിട്ടും. സ്ക്വയർ ചെയ്യുമ്പോൾ 9 x² + y². രണ്ടാമത്തെ സർക്കിൾ കിട്ടും, രണ്ട് സർക്കിൾ കിട്ടും. ഈ രണ്ട് സർക്കിൾ നമ്മൾ ഇവിടെ വരച്ചു കഴിയുമ്പോൾ നമുക്ക് ഇത് ഇവിടെ വരയ്ക്കാം. ആദ്യത്തെ സർക്കിൾ ഇങ്ങനെ വരച്ചു. ആ സർക്കിളിന്റെ പേര് എന്താണ് x² + y². x² + y² കിട്ടും. രണ്ടാമത്തെ സർക്കിൾ നമുക്ക് വരയ്ക്കാം. ഇതിന്റെ പുറത്ത് വീണ്ടും വരച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ സർക്കിൾ കിട്ടും. ആ സർക്കിളിന്റെ പേര് എന്താണ് x² + y² = 9. രണ്ട് സർക്കിൾ. അപ്പൊ ഇതാണ് നമ്മുടെ കോമൺ റീച്ച്. ഇതാണ് നമ്മുടെ റീച്ച്. അപ്പൊ ഇവിടെ നമുക്ക് ഇത് പോളാർ ഫോമിലാണ് ചെയ്യാൻ പോകുന്നത്. പോളാർ ഫോമിൽ ചെയ്യുമ്പോൾ √2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ x² + y² എന്ന് പറയുന്നത് എന്ത് കൊടുക്കാം r². നമ്മൾ പഠിച്ചിട്ടുണ്ട് പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ x² + y² പകരം r² കൊടുക്കാം. എക്സിന് വരെ എന്ത് കൊടുക്കാം r cos θ, yക്ക് വരെ എന്ത് കൊടുക്കാം r sin θ, dAക്ക് വരെ എന്ത് കൊടുക്കാം r dr dθ. അപ്പൊ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളാർ ഫോമിലോട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ എക്സ് വൈ പ്ലെയിനിൽ നമ്മൾ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യാനായിട്ട് x² + y² എന്ന് വരെ r² കൊടുത്തു. dAക്ക് വരെ എന്ത് കൊടുക്കണം r dr dθ. അപ്പൊ √2 ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ r² ഇൻറ്റു r dr dθ. ഇനി r ന്റെ തീറ്റയുടെ ലിമിറ്റ് എന്തായിരിക്കും? r റേഡിയസ് വേരീസ് ഫ്രം 1 to 3 അല്ലേ? ഫസ്റ്റ് സർക്കിൾ റേഡിയസ് 1 ആണ്, സെക്കൻഡ് റേഡിയസ് 3 ആണ്. അപ്പോൾ റേഡിയസ് വേരീസ് ഫ്രം 1 to 3. ഒരു യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് തീറ്റ വേരീസ് ഫ്രം 0 to 2π. തീറ്റയുടെ രണ്ട് ലിമിറ്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം r വെച്ച് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. രണ്ടാമത് നമ്മൾ തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. r വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? √2 ഇൻറ്റു 0 to 2π. r ക്ക് ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ r⁴/4 1 to 3 dθ. r⁴/4 dθ. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കണം. സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ that is equal to √2 ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π. ഈ 4 നമുക്ക് പുറത്തേക്ക് എഴുതാം. 4 പുറത്തേക്ക് എഴുതി. r ന് നമ്മൾ 3 കൊടുക്കുമ്പോൾ 3⁴. 3⁴ എത്രയാണ്? 9 9 27 27 3 81 മൈനസ് 1 കൊടുക്കുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 1 അല്ലേ? ഇനി നമുക്ക് ഇവിടെ നമുക്ക് 81 - 80 ആണ്. അപ്പൊ √2/4 ഇൻറ്റു 80 ഇന്റഗ്രൽ 0 to 2π dθ. ഈ 4ഉം 80 നമുക്ക് വെട്ടിക്കളയാം. അപ്പോ എത്ര കിട്ടും നമുക്ക്? 4 80 വെട്ടിക്കഴിയുമ്പോൾ 20 × 4. അപ്പൊ 20√2 ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ വരും 0 to 2π. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 20√2 ഇൻറ്റു 2π മൈനസ് 0. അതായത് സീക്വൽ എത്ര കിട്ടുന്നത്? 40√2. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 40√2π ആൻസർ. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ഫൈനൽ ആൻസർ ആണ് 40√2π. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? ആദ്യം ഡബിൾ ഇന്റഗ്രൽ സിഗ്മ f(x, y, z) ds is equal to ഡബിൾ ഇന്റഗ്രൽ സിഗ്മ ആ ഫംഗ്ഷൻ തന്നിരിക്കുന്ന എന്താണ്? z തന്നിരിക്കുന്നത്. അപ്പോൾ z എന്നുള്ളത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ z² ആവും. z² ഡബിൾ ഇന്റഗ്രൽ സിഗ്മ z² ds. ഇവിടെ z നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? √(x² + y² എന്നാണ്. അപ്പൊ അതിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ z² എന്തായിട്ട് മാറും? x² + y². ഇനി നമുക്ക് ds കണ്ടുപിടിക്കണം. ds കണ്ടുപിടിക്കാനായിട്ട് z നമുക്ക് തന്നിരിക്കുന്നത് x-ലും y-ലും തന്നിരിക്കുന്നത്. അപ്പോൾ xy പ്ലെയിനിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ds കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ആ ഫോർമുല പറയുന്നത് എന്താണ്?
ds കാണാനുള്ള ഫോർമുല xy പ്ലെയിനിലാണെങ്കിൽ ds കാണാനുള്ള ഫോർമുല എന്താണ് റൂട്ട് ഓഫ് ഡോ z ബൈ ഡോ x ഹോൾ സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ y ഹോൾ സ്ക്വയർ പ്ലസ് ആ ഫോർമുല ഉപയോഗിച്ച് ds കണ്ടുപിടിക്കണം. അപ്പൊ തന്നിരിക്കുന്ന z-നെ ആദ്യം x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക, രണ്ടാമത് y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക. x വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ 2x by 2 into root of x square plus y square. ഏത് ഫോർമുലയാണ് d by dx of root x എന്താണ് 1 by 2 root x ആണ്. ആ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പൊ 2x divided by 2 into root of x square plus y square. അതുപോലെ തന്നെ y വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴോ 2y divided by 2 into root of x square plus y square. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ x square by x square plus y square, y square by x square plus y square plus 1. ഇനി അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ x square plus y square by x square plus y square plus 1 എന്ന് പറഞ്ഞാൽ 1 plus 1 that is equal to root 2. അപ്പൊ ds ന്റെ വാല്യൂ root 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഡബിൾ ഇന്റഗ്രൽ സിഗ്മ x square plus y square ds ന് പകരം root 2 കൊടുക്കാം. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് xy പ്ലെയിനിലേക്ക് കൺവെർട്ട് ആയി. അപ്പൊ പിന്നെ dA എന്ന് എഴുതിയാൽ മതി. പിന്നെ നമ്മൾ അടുത്ത സ്റ്റേജിൽ എഴുതുമ്പോൾ ds ന് പകരം dA എന്ന് എഴുതിയാൽ മതി. കാരണം ds ന്റെ വാല്യൂ root 2 കിട്ടി. പിന്നെ നമ്മൾ അത് xy പ്ലെയിനിലേക്ക് വരുമ്പോൾ dx ഉം dy ഉം അല്ലെങ്കിൽ dy dx കൺസിഡർ ചെയ്താൽ മതി d. ഇനി നമ്മൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പോളാർ ഫോം ആണ്. പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യും. പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ x square plus y square എന്ന് എടുക്കണം r square എന്ന് എടുക്കാം. x is equal to കൊടുക്കണം r cos theta, y is equal to r sin theta, dA is equal to r dr d theta. അപ്പൊ x square plus y square എന്ന് പറയുന്നത് നമ്മൾ എന്ത് കൊടുത്തു r square കൊടുത്തു. അതുപോലെ തന്നെ dA ക്ക് എന്ത് കൊടുത്തു r dr d theta എന്ന് കൊടുത്തു. അപ്പൊ r cube എന്ന്. ഇനി r ന് theta ലിമിറ്റ് കിട്ടണം. ലിമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ z is equal to 1 z is equal to 3 രണ്ട് പ്ലെയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ z equal root of x square plus y square ആദ്യം z equal 1 കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സർക്കിൾ കിട്ടും. ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. സെന്റർ 0 0 ആൻഡ് റേഡിയസ് 1. ഇനി z is equal to 3 കൊടുക്കുമ്പോൾ അടുത്ത സർക്കിൾ കിട്ടും. സെന്റർ 0 0 റേഡിയസ് 3. ആ രണ്ട് സർക്കിളും വരച്ച് ആ രണ്ട് സർക്കിളും ബൗണ്ട് ചെയ്യുന്നാൽ ആ ഒരു പോർഷൻ ആണ് നമ്മൾ റീച്ച് ചെയ്യുക. അപ്പൊ അത് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ് ഈ റേഡിയസ് വേരീസ് ഫ്രം 1 to 3. റേഡിയസ് 1 ൽ നിന്ന് 3 വേരി ചെയ്യുന്നു. അപ്പൊ റേഡിയസ് ആകുമ്പോൾ ആറിന്റെ ലിമിറ്റ് ലോവർ ലിമിറ്റ് 1 കൊടുക്കാം, അപ്പർ ലിമിറ്റ് 3 കൊടുക്കാം. തീറ്റയാണ് യൂണിറ്റ് സർക്കിൾ ആണ്, റൗണ്ട് ചെയ്യുന്നതുകൊണ്ട് 0 to 2π. അപ്പൊ ലിമിറ്റും കിട്ടി. നമ്മുടെ എല്ലാം നമ്മൾ ആറിലേക്ക് കൺവേർട്ട് ചെയ്തു. ആദ്യം നമ്മൾ ആർ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുക, ആർ ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണേ r⁴/4 കിട്ടും. അതിന്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ 81 മൈനസ് 81 മൈനസ് 1 80 കിട്ടും. വീണ്ടും നമ്മൾ തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം. തീറ്റ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് കിട്ടും. ഡി തീറ്റയ്ക്ക് തീറ്റ എന്ന് എഴുതുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ 40√2π. ഫൈനൽ ആൻസർ എന്താണ് 40√2π. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുക. ഇത് എന്ന് ചോദിച്ചതാണ് ജൂൺ 2023 ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് കേട്ടോ. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഇതില് ഫോർമുല കൃത്യമായിട്ട് ds ന്റെ ഫോർമുല കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇവിടെ xy പ്ലെയിനിലായതുകൊണ്ടാണ് ds എന്നുള്ള എന്തെടുത്തത് റൂട്ട് ഓഫ് ഡോ z ബൈ ഡോ x ഹോൾ സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ y ഹോൾ സ്ക്വയർ പ്ലസ് 1. അപ്പൊ xy പ്ലെയിൻ കേട്ടോ. പ്ലെയിൻ മാറുമ്പോൾ ds ന്റെ ഫോർമുല മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മളത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ പോളാർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ.